ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരുപാട് വേണ്ടപ്പെട്ട ആദ്യം മൂള പിന്നെ മറ്റുള്ള എനിക്കിഷ്ടമല്ല മക്കളും ഇതിക്കുള്ളൊരു സന്തോഷം പിന്നെ ഇല്ല ഗൈസ്. ഇതാണ് ഞങ്ങൾ സദ്യ ഇല്ലെന്ന് പറഞ്ഞാൽ ഓള് വന്ന് ഓളില്ലാതെ എന്തോ ഓണമാണ് ഞങ്ങൾക്ക്. ചെറിയ ചെറിയ ഞങ്ങളുടെ വിശേഷങ്ങളും ഇന്നത്തെ ഫുഡും ഫാമിലിയും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചൊരു ചെറിയൊരു മിനി ബ്ലോഗ് ആക്കാം അല്ലേ ഗൈസ്? അങ്ങനെ ഞങ്ങൾ ഓണപ്പരിപാടി തുടങ്ങി ഗൈസ്. ഏട്ടനും അച്ഛനും ഇവിടെ ഇല്ലെങ്കിലും മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. ഇതാ എൻ്റെ വണ്ടി, ഇതാ വാവ് ഞങ്ങളുടെ പൂക്കളം ഇതാണ് ഗായ്സ്. എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഇതാരൊക്കെ ചെയ്ത പറ. ഇച്ചു ഞാനോ ഇതിലൊന്നും കൂടിയിട്ടില്ല ഗൈസ്. അവരൊന്നും ഞാൻ കൂടിയതാണ് കണ്ടത്. ഇതാണ് ഞങ്ങളുടെ ഓണപ്പൂക്കളം ഗൈസ്. ബാക്കി വന്ന പൂവാണ് കേട്ടോ ഞാനിത് മുറ്റത്തിങ്ങനെ ഇടുന്നത്. അപ്പോൾ നമ്മൾ പൂക്കളം ഇട്ട പൂവിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ നേർക്ക് തന്നെ ഇങ്ങനെ റോഡ് വരെ ഇങ്ങനെ വിതറാമെന്ന് വിചാരിച്ചു. മാവേലി ഇങ്ങനെ പൂവ് ചവിട്ടി വരട്ടെ, ബാക്കി എടുത്ത് ദൂരെ കളയണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്ത കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഇട്ടു. ഒരുപാട് ബാക്കി വന്ന് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അനിയൻ്റെ വീട്ടിലും അവർ ഇട്ടിട്ടാണ് വന്നത്. പിന്നെ ആരും ഇടാനില്ല, എല്ലാവരും ഇട്ട് കഴിഞ്ഞതാണ്. പിന്നെ ഇത് വേസ്റ്റാക്കി വേറെ കണ്ടത്തിൽ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ റോഡിൽ വരെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൂക്കളം അങ്ങ് വരെ ഇട്ടിട്ടോ നന്നായിട്ട്. അനി ഇതാ ബാക്കി എടുത്ത് വരുന്നുണ്ട്. മഴ അപ്പോൾ പെയ്തില്ല. മഴ പെയ്താൽ ഫുള്ള് വെള്ളം കൊണ്ട് പോകുമായിരുന്നു, പക്ഷേ മഴ പെയ്തില്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ 2 ഭാഗങ്ങളായിട്ടാണ് ഇടുന്നത്, ഓണത്തിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്, ആദ്യവും റൈഹാനത്തും വരുന്നുണ്ട്. ഞങ്ങൾ വലിയ സദ്യയായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ അച്ഛനും ഏട്ടനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വലിയ സദ്യ ആയിട്ടൊന്നുമില്ല. എന്നാലും മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് മോൾട്ടിയാണ് കേട്ടോ സദ്യ ഉണ്ടാക്കുന്നത്. നന്നായിട്ടുള്ള സദ്യ ഉണ്ടാക്കും. അപ്പോൾ ഇതാ റോഡ് വരെ ഞാൻ ഇട്ടിട്ടോ നന്നായിട്ടിട്ട്. മഴ പെയ്താൽ ഫുള്ള് വെള്ളം കൊണ്ടുപോകും. റോഡ് വരെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ, ഫുള്ള് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ബാക്കി തന്നായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസം പൂ വാങ്ങിയപ്പോഴേ കുറച്ച് നല്ല ലാഭത്തിന് കിട്ടിയായിരുന്നു. ഞങ്ങൾ മുക്കത്തു നിന്നാണ് പൂ വാങ്ങിയത്. അപ്പോൾ കുറച്ച് തോനെ പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോഡ് ഫുള്ള് ഇടുന്നുണ്ട്, ഫുള്ളിട്ട് കംപ്ലീറ്റ് ചെയ്ത്. മോളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്, നന്നായിട്ട് അവൾ എടുത്തിട്ടുണ്ട്. മോന്താ അവിടെ നിന്ന് പൂവിടുന്നുണ്ട്. അനിയന് തീർന്നില്ല കേട്ടോ, പൂവിട്ടവർ തീർന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബാക്കി ഒന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുക കേട്ടോ, കുറച്ച് ഫുള്ളിങ്ങനെ കവർ ചെയ്തിടാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയല്ലേ? അപ്പോൾ ഫുള്ള് ഇടുകയാണ് കേട്ടോ. മോളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അവൾ അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം നോക്കാം. അമ്മനെ കൊണ്ട് തന്നെ ആദ്യം ഇടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഡിസൈനൊക്കെ വരച്ച അനിയനാണ്, ഏറ്റവും അനിയനാണ് വരച്ചത്. അപ്പോൾ അമ്മയാണല്ലോ ഈ 9 ദിവസവും പൂവിട്ടത്. അപ്പോൾ ഇന്ന് 10ാമത്തെ ദിവസം അമ്മ തന്നെ ഇടട്ടേന്ന് വിചാരിച്ചിട്ട് അമ്മേനെ കൊണ്ട് ഫസ്റ്റ് പൂടിയിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. അമ്മ എന്നും രാവിലെ അവിടെയുള്ള അടുത്തുള്ള പൂളൊക്കെ പറിച്ചാണ് ഈ 9 ദിവസം ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നാണ് ഞങ്ങൾ പൂ പുറത്തുനിന്ന് വാങ്ങിയത് കേട്ടോ. ഓണത്തിൻ്റെ അന്നാണ് പുറത്തുനിന്ന് വാങ്ങിയത്. ബാക്കി എല്ലാ ദിവസവും അമ്മ അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് പൂ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചല്ലേ, അമ്മ ഈ 9 ദിവസം അമ്മ എന്നല്ലേ പൂ പറിച്ചിട്ടേന്നൊക്കെ. പിന്നെ ഈ പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ, അതാണ് ഇത്രയും കുറികൾ ഇട്ടേക്കുന്നത് അമ്മ. ഞാൻ ഫുള്ള് ഇങ്ങനെ ഇട്ട് കൊടുത്തത് അത് പറയാൻ കുറിയനെ കുറിച്ചൊക്കെ. രാവിലെ മഴയാണെങ്കിൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് പൂവിടാനൊക്കെ തുടങ്ങിയത്. ഇനിയിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കണം, മോൾട്ടി ഉണ്ട് സദ്യ ഉണ്ടാക്കാൻ. ഇപ്പോൾ ധാനിയൻ അങ്ങനെ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതിനകത്ത് കൂടിക്കൊടുക്കാം. അപ്പോൾ മോനും അനിയനും 2 അനിയന്മാരും ചേച്ചിയുടെ മോനും മോളും എല്ലാവരും കൂടി പൂക്കളം അങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെയാണ് കേട്ടോ. അച്ഛനും ഏട്ടനും ഉണ്ടാവലില്ല, എന്നാലും പിന്നെ അവരില്ലെങ്കിലും ഞങ്ങൾ ഓണം ചെറുതായിട്ട് ആഘോഷിക്കാറുണ്ട്. ചെറുതായിട്ടല്ല, അടിപൊളിയായിട്ട് ആഘോഷിക്കാറുണ്ട്. അവരില്ലാത്തൊരു വിഷമം ഉണ്ടാവും, എന്നാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാറുണ്ട്. പൂക്കളിങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒരിക്കലും എൻ്റെ വീഡിയോയിൽ വരാത്ത ഒരാളാണ് കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് തന്നെയാണ്. ഇതാണ് ചേച്ചിയുടെ മോൻ അച്ചു. എല്ലാവർക്കും അറിയാം, അച്ചു പറഞ്ഞ് വീഡിയോ എടുക്കരുത്, എന്നാലും ഞാൻ എടുത്തതാണ്. പിന്നെ മോളും പൂവിടുന്നുണ്ട്. അടിപൊളിയായിട്ട്
അവളിൻ്റെ ഇടയ്ക്ക് വരയ്ക്കുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ കണ്ടുവരിക ഗൈസ്. ഞാനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. പൂവൊക്കെ ഇങ്ങനെ ചെമ്പരത്തിപ്പൂവാണ് വെക്കേണ്ടത് പറയേണ്ട ഇടയ്ക്ക്, എന്നാലും ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതാ ഡിസൈൻ ഒരുവിധം അടിപൊളിയായി വരുന്നുണ്ട്. ഇത് ഞങ്ങൾ പാപ്പൻ്റെ മോനാണ്, പിന്നെ അപ്പുറത്ത് നമ്മൾ ലേബറാണ്. ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഓണമൊക്കെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോലൊക്കെ ഉണ്ട്. ഇതാ മാമൻ്റെ മോനുണ്ട്. ഇവളിതാ തേങ്ങയും കൊണ്ട് വന്നതാട്ടോ. ഇങ്ങനെ എന്താ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറ്റത്തില്ല, അപ്പോൾ അനിയൻ്റെ കൊടുക്കുകയാണ്. പിന്നെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഒന്ന് ഇരിക്കട്ടെ. രാവിലെ തൊട്ട് സദ്യേൻ്റെ പണി ഫുള്ളോളാണ് ചെയ്തത്. ഞാൻ ചെയ്യാറില്ല, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ കളിയാക്കും കേട്ടോ അവളെ. പാവം. കഴിക്കെന്തോ ഒരു വിഷയം തോന്നുന്നു. ഇല്ല, വീട് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ മടിയാ വയസ്സ് 12 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വന്നാൽ ഞാൻ എല്ലാ വിഭവവും ഉണ്ടാക്കും, ചേച്ചി മാത്രം ഒന്നും ഉണ്ടാക്കൂല. വിളവ് ഉണ്ടാക്കാൻ ഇച്ചുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ട് മടി. അല്ലടി, ഞാൻ ഉണ്ടാക്കുന്നത് എന്താടി ഇവിടെ എല്ലാ പ്രാവശ്യം ഓണത്തിന് ഞാൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെ പറ. കറിയിൽ ഒരു ചിക്കൻ കറി വെക്കും ചേച്ചി ഉണ്ടാക്കണേ. മടിച്ചി ഓളാണ് സദ്യ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. സത്യം, തമാശ അത് വെറും പറ്റിപ്പാണ്. ഇല്ല ഇല്ല, ഇവള് നല്ലതായിട്ട് സദ്യ ഉണ്ടാക്കും. അല്ല, ഞാൻ ഉണ്ടാക്കലില്ല. സദ്യ വെച്ച് ഞാൻ കുളമാക്കത്തില്ല. അവിടെ ഓൾ തന്നെയാണ് ഉണ്ടാക്കല്. അപ്പം പിന്നെ ഞാൻ അതിൽ മാറി നിൽക്കും. ഞാൻ ചിക്കൻ കറി വെച്ച് കൊടുക്കലുണ്ട്, അത്രേ ഉള്ളൂ ഗൈസ്. അല്ലാണ്ടൊന്നുമില്ല. അങ്ങനെ അവളെന്നെ ചിക്കൻ കറി വെക്കാൻ വിളിച്ചതാണ് ഗൈസ്. ഞാൻ ചിക്കൻ കറി വെച്ച് കുളമാക്കിയിട്ട് വരാം. അച്ഛമ്മ അതാ തേങ്ങ എത്തുന്നു, അമ്മ അതാ അവിടെ ചിക്കൻ കേൾക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ പണി. ഇതാണ് എനിക്ക് തരുന്ന പണി അവള് എല്ലാ വർഷവും. പിന്നെ അവളാണെങ്കിൽ സാമ്പാർ ഇളക്കുന്നു, ഇളക്കുണ്ടാക്കണ് നല്ല തിളയ്ക്കുന്ന കാണണ്ട. ഇത് തലങ്കോലാണ്, അത് നോക്കണ്ട. പുറത്ത് പൂക്കള മത്സര ഗൈസ്. ഇതാ പൂവ് വേറെ പൂക്കള മത്സരം ഉണ്ടാക്കുന്ന കുഞ്ഞൂസ്. ഇത് വേറെ പൂക്കള മത്സരം. ഇതൊക്കെയാണ് ഇവിടുത്തേത്. ഇത് നോക്കണ്ട തലിമ്പ. ഇതാ എല്ലാരും ഇവിടെ ഉണ്ട്. ഇതാ അച്ഛനായിട്ട് ഇവിടെ ഇട്ടതാ. ഇതാ വാങ്ങാനായിട്ടതാ. ഇവിടെ വിസിറ്റ് വരെയായിട്ട് റെഡി ആയില്ല ഗൈസ്. സാമ്പാർ ഇപ്പോഴും തിളക്കിയ. ഒക്കെ കേൾക്കുന്ന അച്ചൂട്ടത്തെ. ഇതൊക്കെ ഏട്ടക്കോ ഇതുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം തടിക്ക് പറക്കി ഇടാനൊന്നാവില്ല. അത് ഇതല്ലോ. ഹലോ, അതായിട്ടുണ്ട്. നിങ്ങൾ എന്തെടുക്കുക? ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ട അമ്മ. താന്നി അടുപ്പിൽ ഗൈസ് ഉണ്ണിയപ്പം കണ്ടോ ഗൈസ്. അടിപൊളിയായിരിക്കുന്നു. കൊല്ലത്തിൽ മാത്രം ഉപയോഗിക്കുന്ന അടുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയും നോക്കണ്ട, അതിങ്ങനെ ഉണ്ടാവും കേട്ടോ. ഉണ്ണിയപ്പം കണ്ടോ ഗൈസ്, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ചൂടൊടിച്ച്. ആഹാ, ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അമ്മ ചിരിയായിരുന്നു. ഗൈസ് അങ്ങനെ എൻ്റെ മുത്തുമണികൾ 2 വന്നിട്ടുണ്ട്. റൈഹു എൻ്റെ മുത്ത് വന്നു. ഈ മുത്ത് വന്നു. സദ്യയൊന്നുമില്ല, എന്നാലും അവളാരും ഞാൻ വിളിച്ചത് കൊണ്ട് മാത്രം വന്നവള്. ഇവളും പിന്നെ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പിന്നെ മാറ്റില്ല. ഇല്ല അല്ല, ഇതാ എൻ്റെ ചങ്കുകളപ്പോൾ വന്നു. റൈഹും ആദ്യം വന്നു. ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ സദ്യയായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ഉള്ളത് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം, നിങ്ങൾ എന്തായാലും വരണം മക്കളെയും കൂട്ടിയെന്ന് പറഞ്ഞപ്പോൾ 2 വന്നു. മഴയൊക്കെ ആണെങ്കിലും പാവങ്ങൾ 2 വന്ന്. നബിദിനമൊക്കെ ഇല്ലേ, അവർക്ക് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവർ 2 വന്നു. അതാണ് ഞങ്ങൾ.
അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളത് ഉണ്ടാക്കിയതെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ആദ്യം അവർക്ക് ഫുഡ് കൊടുത്തു. ഒരുപാട് കുറച്ച് സമയം ലേറ്റായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഓണവിശേഷം. ഗൈസ്, ഓണവിശേഷം കഴിഞ്ഞിട്ടില്ല. അടുത്ത വ്ളോഗിൽ ഓണവിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.